നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മംഗളൂരുവിൽ വിവിധ കേസുകളിലായി പിടികൂടിയ 82 കോടിയുടെ മയക്കുമരുന്ന് നശിപ്പിച്ചു. 16 പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിന്നായി രജിസ്റ്റർ ചെയ്ത 59 NDPS കേസുകളിൽ ഉൾപ്പെട്ട ലഹരി വസ്തുക്കളാണ് നശിപ്പിച്ചത്. കാസർഗോഡ് വീട്ടിൽ കഞ്ചാവ് സൂക്ഷിച്ച കേസിൽ പ്രതിക്ക് 1 വർഷം കഠിന തടവും പിഴയും ശിക്ഷ. മഞ്ചേശ്വരം മീഞ്ച മിയാപദവ ലക്ഷം വീട്ടിൽ താമസിക്കുന്ന വിൻസെന്റ് ഡിസൂസിയെയാണ് ജില്ലാ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ശിക്ഷിച്ചത്. പരപ്പയിൽ മദ്യലഹരിയിൽ അപകടകരമാം വിധം ഥാർ ജീപ്പ് ഓടിച്ചുവന്ന ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തമിഴ്നാട് ധർമ്മപുരി സ്വദേശി ഡി ശ്യാംരാജിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ചെറുവത്തൂരിൽ മലഞ്ചരക്ക് സ്ഥാപനത്തിൽ തീപിടുത്തം. ഫയർഫോഴ്സിന്റെ സമയോചിത ഇടപെടലിൽ വൻ ദുരന്തം ഒഴിവായി. കനത്ത മഴയിൽ തൃക്കരിപ്പൂർ ഈയക്കാട്ട് വയോധികയുടെ വീട് തകർന്നു വീണു. വീടിനകത്തുറങ്ങുകയായിരുന്ന അപ്യാൽ ദേവകിയും മകളും കുടുംബവുമാണ് തലനാരിഴയ്ക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് മേഖല ജനറൽ ബോർഡ് യോഗം നടന്നു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ സെഞ്ചുറി പാർക്ക് ഹാളിൽ നടന്ന യോഗത്തിൽ SLC, +2 മറ്റ് ഉന്നത പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ പുരസ്കാര വിതരണം നടന്നു. വയോജനങ്ങൾക്ക് റെയിൽവേ നൽകി വന്ന യാത്രാനുകൂല്യം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം നടന്നു. വാർത്തകൾ വിശദമായി. മംഗളൂരുവിൽ വിവിധ കേസുകളിലായി പിടികൂടിയ 82 കോടിയുടെ മയക്കുമരുന്ന് നശിപ്പിച്ചു. 16 പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിന്നായി രജിസ്റ്റർ ചെയ്ത 59 NDPS കേസുകളിൽ ഉൾപ്പെട്ട ലഹരി വസ്തുക്കളാണ് നശിപ്പിച്ചത്. വിവിധ മയക്കുമരുന്നു കേസുകളിലായി പോലീസ് പിടിച്ചെടുത്ത 82 കോടി രൂപ വിലമതിക്കുന്ന മയക്കുമരുന്നുകൾ മംഗളൂരു സിറ്റി പോലീസ് നശിപ്പിച്ചു. 16 പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിന്നായി രജിസ്റ്റർ ചെയ്ത 59 NDPS കേസുകളിൽ ഉൾപ്പെട്ട ലഹരി വസ്തുക്കളാണ് നശിപ്പിച്ചത്. കോടതിയുടെ പ്രത്യേക അനുമതിയോടെ കഴിഞ്ഞ ദിവസം മുൽക്കിയിലെ കൊൾനാട് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ വെച്ചായിരുന്നു നടപടി. ഡ്രഗ് ഡിസ്പോസൽ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് മയക്കുമരുന്നുകൾ തീയിട്ട് നശിപ്പിച്ചത്. 450 കിലോയിലധികം കഞ്ചാവ്, 43.26 കിലോ MDMA, 880 ഗ്രാം ഹൈഡ്രോവീഡ്, 1.2 കിലോ ബാങ്ക്, 80 ഗ്രാം ചരസ് എന്നിവയാണ് നശിപ്പിച്ചവയിൽ ഉൾപ്പെടുന്നത്. കർണാടകയിൽ സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ മയക്കുമരുന്ന് നശിപ്പിക്കലാണ് കൊൾനാട് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നടന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, മംഗളൂരു. കാസർഗോഡ് വീട്ടിൽ കഞ്ചാവ് സൂക്ഷിച്ച കേസിൽ പ്രതിക്ക് 1 വർഷം കഠിന തടവും പിഴയും ശിക്ഷ. മഞ്ചേശ്വരം മീഞ്ച മിയാപദവ ലക്ഷം വീട്ടിൽ താമസിക്കുന്ന വിൻസെന്റ് ഡിസൂസിയെയാണ് ജില്ലാ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ശിക്ഷിച്ചത്. വീട്ടിൽ അനധികൃതമായി കഞ്ചാവ് സൂക്ഷിച്ച കേസിൽ പ്രതിക്ക് തടവും ശിക്ഷയും പിഴയും വിധിച്ച് കോടതി. മഞ്ചേശ്വരം താലൂക്കിലെ മീഞ്ച ഗ്രാമം മിയാപദവ് ലക്ഷം വീട്ടിൽ താമസിക്കുന്ന വിൻസെന്റ് ഡിസൂസിയെയാണ് കാസർഗോഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ശിക്ഷിച്ചത്. ജഡ്ജ് രാമു രമേശ് ചന്ദ്രഭാനുവാണ് പ്രതിക്ക് 1 വർഷം കഠിന തടവും 20,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. പിഴയടക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ 2 മാസം കൂടി അധിക തടവ് അനുഭവിക്കണമെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 2020 ജൂൺ 15 ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വിൻസെന്റ് ഡിസൂസയെ പോലീസ് പിടികൂടിയത്. ഇയാളുടെ വീട്ടിലെ കട്ടിലിനടിയിൽ ഒളിപ്പിച്ചു വെച്ച നിലയിൽ 3.8 കിലോ കഞ്ചാവ് പോലീസ് കണ്ടെത്തുകയായിരുന്നു. മഞ്ചേശ്വരം സബ് ഇൻസ്പെക്ടറായിരുന്ന A. ബാലചന്ദ്രൻ, ASI രാമചന്ദ്രൻ, പോലീസ് ഉദ്യോഗസ്ഥരായ മനു കെ, അഭിജിത്ത് മോഹൻ, തൃഷ്ണ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ കഞ്ചാവുമായി പിടികൂടിയത്. തുടർന്ന് മഞ്ചേശ്വരം ഇൻസ്പെക്ടർമാരായിരുന്ന അനൂപ് കുമാർ, ഷൈൻ KP എന്നിവർ കേസ് അന്വേഷണം പൂർത്തിയാക്കി. അരുൺദാസാണ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ ചന്ദ്രമോഹൻ G, അഡ്വക്കേറ്റ് ചിത്രകല എന്നിവർ ഹാജരായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പരപ്പയിൽ മദ്യലഹരിയിൽ അപകടകരമാം വിധം ഥാർ ജീപ്പ് ഓടിച്ചുവന്ന ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തമിഴ്നാട് ധർമ്മപുരി സ്വദേശി ഡി ശ്യാംരാജിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്.
പരപ്പയിൽ മദ്യലഹരിയിൽ അപകടകരമാം വിധം താർ ജീപ്പ് ഓടിച്ചുവന്ന ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തമിഴ്നാട് ധർമ്മപുരി സ്വദേശി ഡി ശ്യാംരാജിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പരപ്പ ടൗണിലാണ് സംഭവം. തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വാഹനത്തിന്റെ ടയർ പൊട്ടിയ നിലയിലാണ്. എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ മദ്യലഹരിയിലായിരുന്നു ഡ്രൈവർ എന്ന് നാട്ടുകാർ പറഞ്ഞു. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് വെള്ളരിക്കുണ്ട് പോലീസ് സ്ഥലത്തെത്തിയാണ് ഡ്രൈവറെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, പരപ്പ. ചെറുവത്തൂരിൽ മലഞ്ചരക്ക് സ്ഥാപനത്തിൽ തീപിടുത്തം. ഫയർഫോഴ്സിന്റെ സമയോചിതമായ ഇടപെടലിൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ചെറുവത്തൂരിൽ മലഞ്ചരക്ക് സ്ഥാപനത്തിൽ തീപിടുത്തം. ചെറുവത്തൂർ കയ്യൂർ റോഡിന് സമീപമുള്ള IB ട്രേഡേഴ്സ് മലഞ്ചരക്ക് സ്ഥാപനത്തിലെ കൊപ്ര ശേഖരത്തിനാണ് തീപിടിച്ചത്. വ്യാഴാഴ്ച രാവിലെ 7ഓടെയാണ് സംഭവം നടന്നത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് തൃക്കരിപ്പൂരിൽ നിന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി. സേനയുടെ സംയോജിതമായ ഇടപെടലിലൂടെ അരമണിക്കൂറിനകം തീ പൂർണ്ണമായും അണച്ചു. സമീപത്തെ മറ്റ് കടകളിലേക്കും കെട്ടിടങ്ങളിലേക്കും തീ പടരുന്നത് തടയാനായതോടെ വൻ ദുരന്തം ഒഴിവായി. മേട്ടമ്മൽ സ്വദേശി ME അബൂബക്കറിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലാണ് തീപിടിച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കനത്ത മഴയിൽ തൃക്കരിപ്പൂർ ഈയക്കാട്ട് വയോധികയുടെ വീട് തകർന്നു വീണു. വീടിനകത്തുറങ്ങുകയായിരുന്ന അപ്യാൽ ദേവകിയും മകളും കുടുംബവുമാണ് തലനാരിഴയ്ക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. കനത്ത മഴയിൽ തൃക്കരിപ്പൂർ ഈയക്കാട്ട് വയോധികയുടെ വീട് തകർന്നു വീണു. വീടിനകത്ത് ഉറങ്ങുകയായിരുന്ന അപ്യാൽ ദേവകിയും മകളും കുടുംബവുമാണ് തലനാരിഴയ്ക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. ദേവകിയുടെ വീടിന്റെ കിടപ്പുമുറിയോട് ചേർന്നുള്ള ഭാഗം ചൊവ്വാഴ്ച രാത്രി 11:30ഓടെയാണ് കനത്ത മഴയിൽ പൂർണ്ണമായും തകർന്നു വീണത്. ഉറക്കത്തിൽ ശബ്ദം കേട്ട് ഞെട്ടിയുണർന്ന വീട്ടുകാർ വീടിന്റെ മറ്റ് ഭാഗത്തുകൂടി പുറത്തേക്ക് രക്ഷപ്പെടുകയായിരുന്നു. മേൽക്കൂരയിലെ കഴുക്കോലുകളും ഓടുകളും പട്ടികയും ഒടിഞ്ഞു വീഴുകയായിരുന്നു. വീടിന്റെ ചുമർ പിളർന്ന നിലയിലാണുള്ളത്. ദേവകിയും മകൾ സനിതയും സനിതയുടെ മകൻ +1 വിദ്യാർത്ഥി ശിരേഷ് എന്നിവരാണ് വീട്ടിൽ താമസിക്കുന്നത്. 11:30 അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് കിഞ്ഞു തുറക്കാൻ പറ്റാതെ രാത്രി വീണ് പൊട്ടുന്ന പുറത്തേക്ക് ഞമ്മ 3 ആളുണ്ടാവും. രണ്ടാളും ഞാനും എൻ്റെ മോനും പളയമരത്താണ് കിടക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. രജീഷ് ബാബു, പഞ്ചായത്ത് അംഗം M. രാമചന്ദ്രൻ, DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, CMP സംസ്ഥാന കമ്മിറ്റി അംഗം EV ദാമോദരൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് VM ശ്രീധരൻ, സെക്രട്ടറി V. മനോഹരൻ, വടക്കേ തൃക്കരിപ്പൂർ വില്ലേജ് ഓഫീസർ R. മധുസൂദനൻ തുടങ്ങിയവർ വീട് സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Shopika Weddings, the bridal legacy. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി മിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുകോ. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഈ വിക്രിയകളെല്ലാം ചെയ്തവൾ എത്തിച്ചേരുന്നത്
ഒരു റോബോട്ടിക് ഡെവലപ്പറിലേക്കായിരിക്കാം. ഈ കുത്തിവരകളെല്ലാം നാളത്തെ ഒരു ജനറേറ്റീവ് AI ആർട്ടിസ്റ്റിന്റെ തുടക്കമായിരിക്കാം. അവൻ പഠിപ്പിച്ചു തരുന്നത് ഡാറ്റാ സയൻസിന്റെയും ഡാറ്റ അനാലിസിസിന്റെയും സാധ്യതകൾക്കൊപ്പം സഞ്ചരിക്കാനാണ്. കുട്ടികളുടെ വെക്കേഷൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം. VR, AR, MR എക്സ്പീരിയൻസുകളോടെ റോബോട്ടിക്സ്, AI ഗെയിം ഡിസൈനിംഗ്, കോഡിംഗ്, വ്ലോഗിംഗ് തുടങ്ങി 43ഓളം കോഴ്സുകൾ. GTech, IT മാജിക് വെക്കേഷൻ കോഴ്സുകൾ. ഈ വെക്കേഷൻ ഹൈടെക് ആവാം GTechനൊപ്പം. GTech. കോമ്പറ്റീഷൻ കൂടുതലുള്ള ഇന്നത്തെ ജോബ് മാർക്കറ്റിൽ അപ്ഡേറ്റഡ് സ്കിൽസ് ഉള്ളവർക്കാണ് നല്ല ജോലി. AI എഞ്ചിനീയർ, സൈബർ സെക്യൂരിറ്റി എക്സ്പെർട്ട്, ഡാറ്റ സയന്റിസ്റ്റ് പോലെയുള്ള നിരവധി ഫ്യൂച്ചറിസ്റ്റിക് കരിയറുകൾ ലക്ഷ്യമിടുന്ന നിങ്ങൾക്കായി തയ്യാറാക്കിയ ഫ്യൂച്ചറിസ്റ്റിക് ട്രെയിനിംഗ് സിസ്റ്റം. അവസരങ്ങൾ കാത്തിരിക്കില്ല, നിങ്ങളാണ് അപ്ഡേറ്റ് ആകേണ്ടത്. കോൺടാക്ട് യുവർ നിയറസ്റ്റ് GTech. വാർത്തകൾ തുടരുന്നു. വയോജനങ്ങൾക്ക് റെയിൽവേ നൽകി വന്ന യാത്രാ ആനുകൂല്യം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം. സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം നടന്നു. വയോജനങ്ങൾക്ക് റെയിൽവേ നൽകി വന്ന യാത്രാ ആനുകൂല്യം പുനഃസ്ഥാപിക്കുക, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 5000 രൂപയായി വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം പ്രമേയത്തിലൂടെ അധികൃതരോട് ആവശ്യപ്പെട്ടു. വെള്ളിക്കോത്ത് അടോട്ട് AKG മന്ദിരത്തിൽ നടന്ന സമ്മേളനം കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. സുജാത ഉദ്ഘാടനം ചെയ്തു. നമ്മൾ വരുന്നത് പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകാൻ ആവശ്യമായ അനുഭവ സമ്പത്ത് നിങ്ങളുടെ കയ്യിലുണ്ട്. അത് പകർന്നു കൊടുത്തുകൊണ്ട് വരും കാലങ്ങളിൽ നമ്മുടെ തലമുറയെ എങ്ങനെ മുന്നോട്ട് നയിക്കാം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പുതിയ തലമുറക്ക് പകർന്നു കൊടുക്കാൻ കഴിയും. ആ രീതിയിൽ ഏത് മേഖല എന്നല്ല, എല്ലാ മേഖലയും സമൂഹത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലായാലും അല്ലെങ്കിൽ നാട്ടിലെ സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടുന്ന രീതിയിലായാലും നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾ എല്ലാവരും. നമ്മുടെ പൊതു സാമൂഹിക മണ്ഡലം എന്ന് പറയുന്ന ഇന്നത്തെ രീതിയിൽ അറിയാലോ, പഴയകാലത്ത് നിന്ന് വ്യത്യസ്തമായി കൊണ്ട് അണുകുടുംബങ്ങളിലേക്ക് ഒതുങ്ങുന്നത് കൊണ്ട് തന്നെ പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ സീനിയർ സിറ്റിസൺമാർക്ക് വീടുകളിൽ വലിയ ഒരു റോളില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് പോകുന്നത് അല്ലെ. പഴയ കാലത്ത് നിങ്ങളുടെ അച്ഛൻ, അമ്മ, കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ഒട്ടേറെ കാര്യങ്ങൾ പുതിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ നമുക്കുണ്ട്. പക്ഷെ ഇന്ന് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. മേഖലാ പ്രസിഡന്റ് P. നാരായണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി N. കുഞ്ഞികൃഷ്ണൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കുത്തൂർ കണ്ണൻ മാസ്റ്റർ, VT കാർത്തിയായനി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ O. ജാനകി, മടത്തിനാട്ട് രാജൻ, PK കണ്ണൻ എന്നിവർ സംസാരിച്ചു. വനിതാ സബ് കമ്മിറ്റി കൺവീനർ N. രാധ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സെക്രട്ടറി PK പ്രകാശൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ M. രാമൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. മേഖലാ സെക്രട്ടറി PK പ്രകാശൻ സ്വാഗതവും മേഖലാ കമ്മിറ്റി അംഗം K. രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി P. നാരായണനെ പ്രസിഡന്റായും PK പ്രകാശനെ സെക്രട്ടറിയായും M. രാമനെ ട്രഷററായും തെരഞ്ഞെടുത്തു. സമ്മേളനത്തിന് മുന്നോടിയായി മേഖലാ പ്രസിഡന്റ് P. നാരായണൻ പതാക ഉയർത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. സ്റ്റേഷൻ റോഡിലെ VS കോംപ്ലക്സിന് സമീപത്ത് നിന്നാണ് 80 സെന്റിമീറ്റർ ഉയരമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. സംഭവത്തിൽ എക്സൈസ് സംഘം അന്വേഷണം ആരംഭിച്ചു. ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. സംഭവത്തിൽ എക്സൈസ് അന്വേഷണം ആരംഭിച്ചു. സ്റ്റേഷൻ റോഡിലെ VS കോംപ്ലക്സിന് സമീപത്ത് നിന്നാണ് 80 സെന്റിമീറ്റർ ഉയരമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഹോസ്ദുർഗ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ K. ദിനേശനും സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. NDPS പ്രകാരം കേസെടുത്തു. ആരാണ് വളർത്തിയതെന്ന് വ്യക്തമല്ല. സംഭവത്തിൽ ആരെയും പ്രതി ചേർത്തിട്ടില്ല. ചെടി കസ്റ്റഡിയിലെടുത്തു. പ്രിവെന്റീവ് ഓഫീസർ ഉണ്ണികൃഷ്ണൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ RK അരുൺ, M. ഷാംജിത്ത്, TV അതുൽ, ഡ്രൈവർ മൈക്കിൾ ജോസഫ് എന്നിവരും പരിശോധക സംഘത്തിൽ ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കേരള സെക്യൂരിറ്റി എംപ്ലോയീസ് യൂണിയൻ AITUC കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. MLA അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
കേരളത്തിലെ അസംഘടിതരായ ലക്ഷക്കണക്കിന് സെക്യൂരിറ്റി തൊഴിലാളികൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച മിനിമം വേതനം നടപ്പിലാക്കിയില്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭത്തിനിറങ്ങുമെന്ന് കേരള സെക്യൂരിറ്റി എംപ്ലോയീസ് യൂണിയൻ AITUC യൂണിയൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ MLA ഉദ്ഘാടനം ചെയ്തു. എന്നാൽ കഴിഞ്ഞ ഒരു 10-30 വർഷങ്ങൾക്ക് ഇടയിലാണ് കേരളത്തിൽ സെക്യൂരിറ്റി തൊഴിലാളികളുടെ ഒരു സംഘടനയും അതിന്റെ സംവിധാനമൊക്കെ സജീവമായി വന്നു. അങ്ങനെ ഒരു കാലത്ത് ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ സംഘടിപ്പിക്കാനും ഇതിനൊക്കെ മുന്നിട്ട് നിന്ന പ്രസ്ഥാനമാണ് AITUC. അതുകൊണ്ട് തന്നെ കേരളത്തിൽ AITUCക്ക് ഈ തൊഴിലാളികളുടെ ഇടയിൽ നല്ല സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു വസ്തുതയാണ്. നിങ്ങളിപ്പോ ഇവിടെ റിപ്പോർട്ട് ഇതൊക്കെ വെച്ച് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ ഗൗരവമായി ഈ ജില്ലയിലെ സെക്യൂരിറ്റി യൂണിയന്റെ എംപ്ലോയീസ് യൂണിയന്റെ പ്രവർത്തനം സജീവമാക്കാൻ ആവശ്യമായ ചർച്ച നടത്തും. P. വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. A. ദാമോദരൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. AITUC ജില്ലാ ജനറൽ സെക്രട്ടറി T. കൃഷ്ണൻ, MV ബാലകൃഷ്ണൻ, P. രാമകൃഷ്ണൻ, CK നായർ, തമ്പാൻ നെല്ലിക്കട്ട എന്നിവർ സംസാരിച്ചു. സ്വാഗത സംഘം ചെയർമാൻ N. ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ഭാരവാഹികളായി P. വിജയകുമാറിനെ പ്രസിഡന്റായും P. രാമകൃഷ്ണൻ, A. ദാമോദരൻ, തമ്പാൻ P എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും CK നായരെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പൈവലികയിൽ മരണപ്പെട്ട സ്ത്രീയുടെ ഭർത്താവിന്റെ പേര് മാറ്റി മറ്റൊരാളുടെ പേര് പഞ്ചായത്തിന്റെ മരണ രജിസ്റ്റർ ബുക്കിൽ എഴുതി ചേർത്തതായി പരാതി. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മരിച്ച സ്ത്രീയുടെ ഭർത്താവിന്റെ പേര് മായ്ച്ച് മറ്റൊരാളുടെ പേര് പഞ്ചായത്തിന്റെ മരണ രജിസ്റ്റർ ബുക്കിൽ എഴുതി ചേർത്തു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പൈവളികെ പഞ്ചായത്ത് ഓഫീസിലെ രജിസ്റ്ററിലാണ് മരിച്ച സ്ത്രീയുടെ ഭർത്താവിന്റെ പേര് മാറ്റി എഴുതിയത്. 2011 ആഗസ്റ്റ് 17 മരിച്ച കമലയുടെ മരണം രജിസ്റ്റർ ചെയ്തതിൽ തുക്ര എന്നായിരുന്നു ഭർത്താവിന്റെ പേരായി ചേർത്തിരുന്നത്. ഇത് മായ്ച്ച് ഗുരുവ എന്ന പേര് ചേർത്തെന്നാണ് പരാതി. പഞ്ചായത്ത് സെക്രട്ടറി ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ മഞ്ചേശ്വരം പോലീസാണ് കേസെടുത്തത്. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ജെന്നി ഫ്ലവർ ഇന്റർനാഷണലിന്റെ പടന്നക്കാട് തോട്ടം സ്റ്റോപ്പിലുള്ള ആർട്ട് ഗാലറിയിലേക്ക് ജീവോദയ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും സന്ദർശനം നടത്തി. ജെന്നി ഫ്ലവർ ഇന്റർനാഷണലിന്റെ പടന്നക്കാട് തോട്ടം സ്റ്റോപ്പിലുള്ള ആർട്ട് ഗാലറിയിലേക്ക് ജീവോദയ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും അടങ്ങുന്ന സംഘം സന്ദർശനം നടത്തി. ആർട്ട് ഗാലറി ഉടമയും കലാകാരനും പ്രവാസിയും ബിസിനസ്സുകാരനും പുരാവസ്തു സംരക്ഷകനുമായ ജെന്നി ജോസഫ് പരിപാടിക്ക് നേതൃത്വം നൽകി. ജലസിറ്റി ചാനലിൽ നിന്നാണത്. സോ വാട്ട് യു വാണ്ട് ടു സേ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? കുറച്ച് സമയം ഇവരൊപ്പം സ്പെൻഡ് ചെയ്ത സമയത്ത് നമ്മളിൽ നിന്ന് ഇവരുമായിട്ട് നല്ലൊരു രീതിയിലൊരു ഇന്ററാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റി, നല്ലൊരു ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റി. സത്യം പറഞ്ഞാൽ വളരെ നന്നായിരുന്നു. ഇവരെല്ലാം ഇങ്ങനെ കളിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എന്താ ഇനി ഇവരോട് പറയാനുള്ളത്? മറ്റുള്ള കുട്ടികളോട് പറയാൻ എന്താ മെസ്സേജ് അല്ലേ? അതായത് നമ്മളിൽ നിന്ന് മാത്രം ഒതുങ്ങി നിൽക്കാതെ നമ്മളെ സമൂഹത്തിൽ ഇതേപോലെയുള്ള ആൾക്കാരുമായിട്ട് കുറച്ചും കൂടി സമ്പർക്കം ഉണ്ടാക്കണം. അതുവഴി നമുക്ക് നമ്മളുടെ ഒരു മാനവ വിഭവശേഷി വർദ്ധിപ്പിക്കാൻ പറ്റും. കാരണം നമുക്ക് ചുറ്റിലുള്ള സമൂഹത്തിലുള്ള ഇതേപോലെയുള്ള കുട്ടികളായിട്ട് ഇടപെടുമ്പോൾ നമ്മൾക്ക് നമ്മളിൽ നിന്നൊരു ഡെവലപ്മെന്റ് ഉണ്ടാവാൻ കഴിയും. ഒത്തിരി സന്തോഷം ജനിച്ചാൻ നമുക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന്. കൂടാതെ പറയാനുള്ള, ഞങ്ങള് കരിക്കുലമായിട്ട് മാത്രമായിട്ട് മുന്നോട്ട് പോകുന്ന അവസരത്തിലാണ് ജനിച്ചായം വന്ന് ഒരു ഫ്ലവറിങ് തെറാപ്പിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് കുട്ടികൾക്ക് ഒത്തിരി ഗുണം ചെയ്തു. ഞങ്ങൾ ഇപ്പോഴും അത് ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇന്ന് വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ ഓരോ പാർക്കിലും ബീച്ചിലും ഒക്കെ കുട്ടികളെ കൊണ്ടുപോകണം, അവരെ സംസാരിപ്പിക്കണം. അപ്പൊ അങ്ങനെയുള്ള ബേക്കറി, ഹോട്ടല്, പിന്നെ അങ്ങനെയൊക്കെ കുട്ടികളെ കൊണ്ടുപോയി ഔട്ടിങ് പഠിക്കുള്ളൂ. അപ്പൊ നമ്മള് ഔട്ട് ഓഫ് സിലബസ് എന്നുള്ള രീതിയിൽ ഇനി മുന്നോട്ട് ആ അഭിപ്രായം മുന്നിൽ കണ്ട് നീങ്ങാൻ തീരുമാനിക്കും. ഒത്തിരി നന്ദി. താങ്ക് യു. ജിയോദയ സ്പെഷ്യൽ സ്കൂളിന്റെ പേരിൽ സിറ്റി ടിവിക്ക് താങ്ക് യു. സംസ്ഥാന ഡിസബിലിറ്റി അഡ്വൈസറി ബോർഡ് മെമ്പർ മുഹമ്മദ് അലി നവാസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സിംഫണി ഗ്രൂപ്പ് അംഗമായ ജാബിർ പടന്നക്കാട്, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ശ്രീജിത്ത് നിലായി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു.
നെഹ്റു കോളേജ് NSS ടീം അംഗങ്ങൾ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളോടൊപ്പം ആർട്ട് ഗാലറി സന്ദർശിക്കുകയും കലാപരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തു. സ്പെഷ്യൽ സ്കൂൾ കുട്ടികൾക്കും NSS വിദ്യാർത്ഥികൾക്കും വളരെ പ്രത്യേകമായ ഒരു അനുഭവമായിരുന്നു ഇത് പകർന്നത്. ആർട്ട് ഗാലറിയിലെ സന്ദർശനവും കലാവിരുന്നിനും ജീവോദയ സ്പെഷ്യൽ സ്കൂൾ മാനേജർ ലിസി ജേക്കബ് ആശംസയർപ്പിച്ച് സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ശാലിനി നന്ദിയർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. റിട്ടയർഡ് അധ്യാപകനും പത്രപ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തകനുമായ കാവുങ്കൽ നാരായണൻ മാസ്റ്ററുടെ നിര്യാണത്തിൽ മാധവം കലാ സാംസ്കാരിക നവമാധ്യമ കൂട്ടായ്മ കാഞ്ഞങ്ങാട്ട് അനുശോചന യോഗം നടത്തി. പ്രശസ്ത നേത്രരോഗ വിദഗ്ധ ഡോക്ടർ ത്രേസ്യാമ്മ ജോസ് അനുശോചന പ്രഭാഷണം നടത്തി. റിട്ടയർഡ് അധ്യാപകനും പത്രപ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തകനുമായ കാവുങ്കൽ നാരായണൻ മാസ്റ്ററുടെ നിര്യാണത്തിൽ മാധവം കലാ സാംസ്കാരിക നവമാധ്യമ കൂട്ടായ്മ കാഞ്ഞങ്ങാട്ട് അനുശോചന യോഗം നടത്തി. പ്രശസ്ത നേത്രരോഗ വിദഗ്ധ ഡോക്ടർ ത്രേസ്യാമ്മ ജോസ് അനുശോചന പ്രഭാഷണം നടത്തി. ജനാർദ്ദനൻ പുല്ലൂർ അധ്യക്ഷത വഹിച്ചു. KV മാധവൻ, P നാരായണൻ, പ്രശാന്ത് പെരളം, ചന്ദ്രൻ പെരിയ എന്നിവർ സംസാരിച്ചു. അനുശോചനം രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇവിടുത്തെ കൂടിയിട്ടുള്ളത്. നേരത്തെ ബാബോട്ടം പറഞ്ഞ എല്ലാവർക്കും തിരക്കാണ്. വിശിഷ്ട വ്യക്തികൾ ഒക്കെ ഇന്ന് എത്തേണ്ട ഒരു പരിപാടിയായിരുന്നു ഇത്. ഇന്ന് ഞാനും വെള്ളിക്കോത്ത് മഹാകവി P കുഞ്ഞിരാമൻ നായരുടെ മകളുടെ ബർത്ത്ഡേ പരിപാടി, 95 വയസ്സ് കഴിയുന്ന ബർത്ത്ഡേ പരിപാടിയുടെ പ്രോഗ്രാമിൽ നിന്നാണ് ഞാൻ വരുന്നത്. അവിടെ തന്നെ അംബികാസുധൻ മാങ്ങാട്, അതുപോലെ തന്നെ നാലാപ്പാടം പത്മനാഭനൊക്കെ ഈ സ്റ്റേജിൽ വരേണ്ടതായിരുന്നു. ആ പ്രോഗ്രാം അവിടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇന്ന് കുറച്ച് വൈകിയാണെങ്കിൽ നമ്മളിവിടെ കൂടുന്നത്. അത് പെട്ടെന്ന് തീരുമാനിച്ചൊരു പരിപാടിയായിരുന്നു. സെക്രട്ടറി ബാബു കുന്നത്ത് സ്വാഗതവും ഗജാൻജി ശശി ഹരിശ്രീ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അജാനൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയായിരുന്ന K സുകുമാരൻ ആനന്ദാശ്രമത്തിന്റെ 2ാം ചരമവാർഷിക ദിനം മാവുങ്കാൽ മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ഛായാചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചന അർപ്പിച്ചു. അജാനൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയായിരുന്ന K സുകുമാരൻ ആനന്ദാശ്രമത്തിന്റെ 2ാം ചരമവാർഷിക ദിനം മാവുങ്കാൽ മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ഛായാചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചനയർപ്പിച്ചു. തുടർന്ന് നടന്ന അനുസ്മരണ പരിപാടിയിൽ അജാനൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാധാകൃഷ്ണൻ കാട്ടുകുളങ്ങര അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സതീശൻ പറക്കാട്ടിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. സുകുമാരന്റെ ഈ വിയോഗം നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നികത്താനാവാത്തൊരു നഷ്ടം തന്നെയാണ്. കാരണം യാതൊരു ആപേക്ഷയും കൂടാതെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. എന്ത് തെറ്റ് അനീതി കണ്ടു കഴിഞ്ഞാലും അത് സമൂഹത്തിൽ എവിടെയായാലും ഏത് പാർട്ടിയിലായാലും അവിടെ മുമ്പിൽ നിന്നുകൊണ്ട് അതിനെ എതിർത്തൊരു വ്യക്തിയായിരുന്നു സുകുമാരൻ. സുകുമാരൻ്റെ വിയോഗം നമ്മളെ ഏറ്റവും അധികം ബുദ്ധിമുട്ടാക്കിയത് നമ്മുടെ ഈ കഴിഞ്ഞ ഇലക്ഷൻ കാലഘട്ടത്തിലാണ്. കാരണം അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ രാപ്പകൽ ഭേദമന്യേ നമ്മളെ ഒക്കെ വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് നമുക്ക് ഉടനടി എല്ലാവർക്കും പോയി എല്ലാവരെയും കാണണം, ഒരാളെയും വിട്ടുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് അത്രയും നിസ്വാർത്ഥ സേവനം ചെയ്ത ഒരു വ്യക്തിയായിരുന്നു സുകുമാരൻ. ഈ സുകുമാരൻ അതുപോലെ തന്നെ യാതൊരു പദവിയും ആഗ്രഹിച്ചിരുന്ന വ്യക്തിയുമല്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ ഒന്നിച്ചാണ് ഈ നമ്മുടെ പാർട്ടി പ്രവർത്തനം നടത്തുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം തന്നെ അദ്ദേഹം ഈ മരിച്ച ഈ ദിവസത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നേതൃത്വം. മേഖലാ കോൺഗ്രസ് പ്രസിഡന്റ് നാരായണൻ എക്കാൽ, കുഞ്ഞിരാമൻ എക്കാൽ, വിമല കുഞ്ഞികൃഷ്ണൻ, പ്രഭാകരൻ കുന്നുമ്മൽ, പ്രേമ പുതിയകണ്ഠം, ഉഷ പ്രഭാകരൻ, വിനു മൂലക്കണ്ടം, കുഞ്ഞികൃഷ്ണൻ കുറ്റിയാട്ട്, മനോജ് താമരക്കുഴി, അനിൽ K രാംനഗർ, R കുഞ്ഞിരാമൻ ആനന്ദാശ്രമം, സൂരജ് മാവുങ്കാൽ, സതീശൻ മാവുങ്കാൽ, മനോജ് മൂലക്കണ്ടം എന്നിവർ സംബന്ധിച്ചു. മേഖലാ ജനറൽ സെക്രട്ടറി ഗദ്ദാഫി മൂലക്കണ്ടം സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട്. എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്.
ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. ദ മാജിക്കൽ ബോണ്ട് ബിറ്റ്വീൻ മീ ആൻഡ് മൈ ഹോം. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangadu. Phone 046722027070. 7 lives. Mansoor Hospital. Dedication, determination and dignity. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി ഇമ്മാനുവൽ സിൽക്സിൽ ഓണം പൊന്നോണം ലാഭോത്സവം. ഓരോ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസവും നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗോൾഡ് കോയിൻ, ഗിഫ്റ്റ് വൗച്ചർ തുടങ്ങിയ നിരവധി സമ്മാനങ്ങൾ. വിവാഹ വസ്ത്രങ്ങൾക്ക് പ്രത്യേക ഓഫറുകളും സ്പെഷ്യൽ വെഡിംഗ് കൗണ്ടറുകളും. സാരികൾക്കായി വൻ ഓഫറുകൾ. ഏറ്റവും പുതിയ ബ്രാൻഡുകളും ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി വിശാലമായ ലേഡീസ് സെക്ഷൻ. കുഞ്ഞോമനകൾക്ക് നിഷ്കളങ്കത പകരുന്ന അത്യാകർഷകമായ കിഡ്സ് വെയർ സെക്ഷൻ. സ്റ്റൈലിഷ് ലുക്കിൽ തിളങ്ങാൻ പ്രമുഖ ബ്രാൻഡുകളുടെ ജെന്റ്സ് വെയർ കളക്ഷനുകൾ. കൂടാതെ ഓണം സ്പെഷ്യൽ സൂപ്പർ കോംബോ ഓഫറുകളും. ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആവട്ടെ. ഇമ്മാനുവൽ സിൽക്സ് മെഗാമാൾ കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരിട്ടി ആൻഡ് പട്ടാമ്പി. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547977188 8547349188. ഒരു കർഷകന്റെ സംരംഭം. വാർത്തകൾ തുടരുന്നു. മൊഗ്രാൽ പുത്തൂർ ടൗണിനോട് ചേർന്നുള്ള പുത്തൂർ ഹദാദ് നഗറിലേക്ക് പോകുന്ന റെയിൽവേ കൾവേർട്ടിന് താഴ്ഭാഗത്തായി ഡ്രെയിനേജ് മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാകുന്നു. രാത്രി 1 മണിയോടുകൂടിയാണ് ടാങ്കർ ലോറിയിലെത്തി ഡ്രെയിനേജ് മാലിന്യങ്ങൾ തള്ളുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നടന്നു പോകുന്ന നടപ്പാതയാണിത്. ഏറെ ദിവസത്തെ നാട്ടുകാരുടെ പ്രയത്നത്തിലൂടെ ഡ്രെയിനേജ് മാലിന്യങ്ങൾ തള്ളുന്ന ലോറി പിടികൂടി. പോലീസ് എത്തുന്നതിനു മുമ്പ് തന്നെ ഡ്രൈവർ ലോറി ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ഇതിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചതായി നാട്ടുകാർ പറഞ്ഞു. ഓർമ്മകളിലെ കവിയച്ചൻ പുസ്തക പ്രകാശനം നടന്നു. പ്രശസ്ത സാഹിത്യകാരൻ അംബികാസുധൻ മാങ്ങാട് നിരൂപകൻ EP രാജഗോപാലിന് പുസ്തകം നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിച്ചു. മഹാകവി P. കുഞ്ഞിരാമൻ നായരുടെ മകൾ വി. ലീല അമ്മാളിന്റെ 95ാം ജന്മദിനാഘോഷത്തോടനുബന്ധിച്ചാണ് വി. ലീല അമ്മാളും മകൾ ജയശ്രീ വടേക്കളവും ചേർന്നെഴുതിയ കോഴിക്കോട് പൂർണ്ണ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ഓർമ്മകളിലെ കവിയച്ചൻ എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം പ്രൗഢഗംഭീരമായ സദസ്സിൽ വെച്ച് നടന്നു. പ്രിയ മാവിലക്കണ്ടോത്തിന്റെ അവതരണത്തോടെ തുടങ്ങിയ പരിപാടിയിൽ വി. ലീല അമ്മാൾ, വി. രവീന്ദ്രൻ നായർ എന്നിവർ ദീപപ്രജ്വലനം നടത്തി. വിശ്വംഭരൻ വെള്ളിക്കോത്ത് പ്രാർത്ഥനാഗാനാലാപനം നടത്തി. പ്രശസ്ത സാഹിത്യകാരൻ അംബികാസുധൻ മാങ്ങാട്, നിരൂപകൻ EP രാജഗോപാലന് ഓർമ്മകളിലെ കവിയച്ചൻ പുസ്തകം നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിച്ചു. എല്ലാം ചേരുമ്പോൾ മാത്രമേ നമുക്ക് കുഞ്ഞിരാമൻ നായർക്ക് തന്നെ കുഞ്ഞിരാമൻ നായർ മനസ്സിലായിട്ടുണ്ടോ? ഇല്ല. കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയിൽ ആദ്യത്തേതിൽ അദ്ദേഹം ഒരുപാട് തവണ ഞാൻ ആരാണ്, ഞാൻ എവിടെ നിന്ന് വരുന്നു, ഞാൻ എങ്ങോട്ട് പോകുന്നു എന്ന് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അന്വേഷണമായിരുന്നു അദ്ദേഹത്തിന് കവിത എന്ന് നമുക്കറിയാം. ഞാൻ ആരാണ് എന്നൊരു കവിതയിൽ അദ്ദേഹം പൊങ്ങുമീ അലകളിൽ മുങ്ങാതെ കിടക്കുന്ന ഞാൻ ആരെന്നറിയാമോ എന്ന് കുഞ്ഞിരാമൻ നായർ വിളിച്ചു ചോദിക്കുന്ന സന്ദർഭവുമുണ്ട്. അപ്പോൾ കവിയെ തന്നെ അന്വേഷിച്ച് നടക്കുകയാണ്. നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് പിടികിട്ടുന്ന ഒരു നിലയിലുള്ള ഒരു മനുഷ്യനല്ല കുഞ്ഞിരാമൻ നായർ. നമ്മുടെ ചെറിയ മാപിനികളിൽ
ഒരു വീടിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു മകളുടെ നോട്ടത്തിലോ ഭർത്താവിൻ്റെ നോട്ടത്തിലോ ഭാര്യയുടെ നോട്ടത്തിലോ അമ്മാവൻ്റെ നോട്ടത്തിലോ അനിയൻ്റെ നോട്ടത്തിലോ കിട്ടുന്ന ഒരു മനുഷ്യനല്ല കുഞ്ഞിരാമൻ നായർ. നമ്മളെയൊക്കെ അങ്ങനെ കിട്ടും. കാരണം നമ്മളൊക്കെ ഇതിൽ അടങ്ങി ഒതുങ്ങി എല്ലാ വ്യവസ്ഥകൾക്കും ഒതുങ്ങി നിൽക്കുന്ന പാവപ്പെട്ട ചെറിയ ചെറിയ മനുഷ്യരോ എഴുത്തുകാരോ ഒക്കെയാണ്. പക്ഷെ കുഞ്ഞിരാമൻ നായർ അങ്ങനെ ആയിരുന്നില്ല. ഒരുപാട് പഠനങ്ങളും എഴുത്തുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞിരാമൻ നായരെ കുറേശ്ശെയെങ്കിലും മനസ്സിലാകൂ നമുക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. കവി മാധവൻ പുറച്ചേരി അധ്യക്ഷത വഹിച്ചു. ആരാലും പിടികൊടുക്കപ്പെടാത്ത കവിയായിരുന്നു പി കുഞ്ഞിരാമൻ നായർ എന്നും ഓരോ എഴുത്തും വേറിട്ട അധ്യായങ്ങളാണെന്നും അംബികാസുധൻ മാങ്ങാട് അഭിപ്രായപ്പെട്ടു. സീതാദേവി കരിയാട്ട് പുസ്തക പരിചയം നടത്തി. ലീല ടീച്ചർക്കുള്ള സ്നേഹോപഹാരം കവി നാലപ്പാടം പത്മനാഭൻ സമർപ്പിച്ചു. കസ്തൂരിമാൻ സിനിമയിൽ കവിത ആലപിച്ച ഗായകൻ രാജീവൻ വെള്ളിക്കോത്തിനുള്ള സ്നേഹോപഹാരം മുരളി വടേക്കളം നൽകി. എം പൊക്ലൻ, ദിവാകരൻ വിഷ്ണുമംഗലം, നാലപ്പാടം പത്മനാഭൻ, ബാലഗോപാലൻ കാഞ്ഞങ്ങാട്, പി അശോകൻ മാസ്റ്റർ, കെ വി വിദ്യാധരൻ, വി സുരേഷ് മാസ്റ്റർ, വിനു വേലാശ്വരം എന്നിവർ സംസാരിച്ചു. ജയശ്രീ വടേക്കളം മറുമൊഴി ഭാഷണം നടത്തി. ജയദേവൻ വടേക്കളം സ്വാഗതവും മുരളീധരൻ വടേക്കളം നന്ദിയും പറഞ്ഞു. തുടർന്ന് മഹാകവി പിയുടെ സർഗാത്മക ജീവിതം ആധാരമാക്കി നാലപ്പാടം പത്മനാഭൻ രചനയും സംവിധാനവും നിർവഹിച്ച കസ്തൂരിമാൻ സിനിമാ പ്രദർശനവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഗുരുപൂർണിമ ദിനാചരണ ഭാഗമായി BJP തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗുരുക്കന്മാരെ വീട്ടിലെത്തി ആദരിച്ചു. BJP തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ BJP കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് M ഭാസ്കരൻ ആദരവ് നൽകി. ഗുരുപൂർണിമ ദിനാചരണത്തിന്റെ ഭാഗമായി BJP തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗുരുക്കന്മാരെ വീട്ടിലെത്തി ആദരിച്ചു. BJP തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ BJP കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് M ഭാസ്കരൻ ആദരവ് നൽകി. പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ആദരിച്ചിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമസ്ത മേഖലയിലും ഏത് മേഖല എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പൂരക്കളി രംഗത്തായാലും മടത്തുകളി രംഗത്തായാലും സാംസ്കാരിക രംഗത്തായാലും അതുപോലെ തന്നെ പ്രാസംഗിക രംഗത്തായാലും ഗാനരചയിതാവും പാട്ടുകാരനും ഒക്കെയായ ഈ നാട്ടിൻ്റെ എല്ലാമായ സമസ്ത മേഖലയും കഴിവ് തെളിയിച്ച ശ്രീ കക്കുന്നം മണിക്കരെയാണ് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ഇവിടെ ആദരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാവി ജീവിതം ഏറെ സന്തുഷ്ടമാകട്ടെ, സമ്പൂർണ്ണമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. തൃക്കരിപ്പൂരിലെ സംഗീതജ്ഞനും പൂരക്കളി മരത്തുകളി പണിക്കരുമായ കക്കുന്നം പത്മനാഭനെയും പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രം മുൻ അഗ്രോണമി മേധാവി IP ശ്രീധരൻ നമ്പ്യാർ, കേന്ദ്രം മുൻ അസോസിയേറ്റ് ഡയറക്ടർ സുമംഗല S നമ്പ്യാർ എന്നിവരെയാണ് ആദരിച്ചത്. BJP ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KV മോഹനൻ, U രാജൻ, E രാമചന്ദ്രൻ, പിലിക്കോട് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി P ജയരാജ്, പഞ്ചായത്ത് കമ്മിറ്റി അംഗവും പുതിലോട്ട് ശക്തികേന്ദ്ര ഇൻചാർജുമായ MV ശ്രീനിവാസൻ, തങ്കയം ശക്തികേന്ദ്ര ഇൻചാർജ് K ഹരീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. വിവിധ പരിപാടികളോടുകൂടിയാണ് പുതിയ ക്ലാസുകൾക്ക് തുടക്കം കുറിച്ചത്. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ 2026 വർഷത്തെ പുതിയ ക്ലാസുകൾക്ക് തുടക്കം കുറിച്ചു. ബുധനാഴ്ച രാവിലെ 10 മണിക്ക് വിവിധ പരിപാടികളോട് കൂടിയാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. സീനിയേഴ്സ് വിദ്യാർത്ഥികൾ പ്രോഗ്രാമുകൾക്ക് നേതൃത്വം നൽകി. പ്രിൻസിപ്പൽ കാവ്യ, വൈസ് പ്രിൻസിപ്പൽ ജ്യോതി, മറ്റു ടീച്ചേഴ്സ് എന്നിവർ സംസാരിച്ചു. നമ്മളുടെ ഫ്രഷേഴ്സ് ഡേയുടെ പ്രോഗ്രാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ പിള്ളേരെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് സീനിയേഴ്സും എല്ലാവരും കൂടി നമ്മളൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തതാണ്. നമുക്കിവിടെ മെഡിക്കൽ കോഴ്സാണ് പ്രധാനമായിട്ടുള്ളത്. 2 ഇയർ കോഴ്സുണ്ട്, 3 ഇയർ BSc കോഴ്സൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. MLT ഉണ്ട്, നഴ്സിംഗ്, OT, അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ കോഴ്സായിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എല്ലാം നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. യൂണിറ്റിയുടെ ഈ വർഷത്തെ പുതിയ വർഷത്തെ ക്ലാസ് ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ യൂണിറ്റി ഇപ്പം 30ാം വർഷത്തിലേക്ക് ഈ വർഷം കൊണ്ട് കടന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാ മെഡിക്കൽ കോഴ്സും അവൈലബിൾ ആണ്. ഡിപ്ലോമ ആയാലും BSc ആയാലും ഇവിടെ അവൈലബിൾ ആണ്. കായിക രംഗത്ത് ഈ കോളേജ് കുട്ടികളെ നന്നായിട്ട് വാർത്തെടുക്കുന്നതാണ്. 30 വർഷത്തിനുള്ളിൽ ഒരുപാട് കുട്ടികൾ ഇവിടെ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ യൂണിറ്റിയിലേക്ക് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കർക്കിടക
മാസത്തിൽ ഔഷധ വിഭവങ്ങളുടെ കലവറയുമായി ഹൊസ്ദുർഗ് ശ്രീകൃഷ്ണ ക്ഷേത്രം മഹിളാ സംഘം. ക്ഷേത്രം മഹിളാ സംഘത്തിലെ 35 വനിതകൾ തങ്ങളുടെ ഇഷ്ടവിഭവവുമായി പ്രദർശനത്തിൽ പങ്കെടുത്തു. ഹൊസ്ദുർഗ് ശ്രീകൃഷ്ണ ക്ഷേത്രം മഹിളാ സംഘം, ശ്രീകൃഷ്ണ കുടുംബശ്രീ എന്നിവരുടെ കൂട്ടായ്മയിൽ കർക്കിടക മാസ ഔഷധ വിഭവങ്ങളുടെ പ്രദർശനം നടത്തി. സാംക്രമിക രോഗങ്ങളും പകർച്ചവ്യാധികളും ഉണ്ടാക്കാൻ സാധ്യതയുള്ള കർക്കിടക മാസത്തിൽ ഇതിനെ പ്രതിരോധിക്കുന്നതിനും പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന ഇലകൾ ഉപയോഗിച്ച് ഔഷധ ഭക്ഷ്യ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിനും ഇലക്കറികളുടെ പ്രാധാന്യം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിന്റെയും ഭാഗമായാണ് പ്രദർശനം നടത്തിയത്. ക്ഷേത്രം മഹിളാ സംഘത്തിലെ 35 വനിതകൾ തങ്ങളുടെ ഇഷ്ടവിഭവവുമായി പ്രദർശനത്തിൽ പങ്കെടുത്തു. അപൂർവ ഔഷധ സസ്യങ്ങളും വീട്ടുമുറ്റത്ത് സുലഭമായി ലഭിക്കുന്ന ചെടികളും ഉപയോഗിച്ചുകൊണ്ടുള്ള തോരൻ, സാമ്പാർ വിഭവങ്ങൾ, പുളിശ്ശേരി, പായസം, ഇഡലി തുടങ്ങിയ രുചികരവും ഔഷധ ഗുണവുമുള്ള 35 വ്യത്യസ്ത വിഭവങ്ങളാണ് പ്രദർശനത്തിൽ ഒരുക്കിയത്. ക്ഷേത്രം പ്രസിഡന്റ് HR ശ്രീധരൻ പ്രദർശനമേള ഉദ്ഘാടനം ചെയ്തു. മഹിളാ സംഘം പ്രസിഡന്റ് സാവിത്രി ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി ശങ്കര ഹെഗ്ഡെ, സെക്രട്ടറി നാഗരാജ ഹെഗ്ഡെ, ട്രഷറർ HR വസന്തൻ, ശ്രീകൃഷ്ണ ക്ലബ് സെക്രട്ടറി HJ പ്രവീൺ കുമാർ, ക്ലബ് അംഗം യോഗേഷ് ഹെഗ്ഡെ, ശ്രീകൃഷ്ണ കുടുംബശ്രീ സെക്രട്ടറി ഗീത ശിവാനന്ദൻ എന്നിവർ സംസാരിച്ചു. മാസത്തിലെ ഒരു ദിവസമായ ഇന്ന് ഇലക്കറി, കർക്കട്ടക്കഞ്ഞു, കുറേ വിഭവങ്ങളായിട്ട് 35 വിഭവങ്ങളായിട്ട് പുതിന ചമ്മന്തി, പിന്നെ ചക്കക്കുരു വറവ്, ദാല്, പുതിന ദാല്, പാലക്ക് ദാല്, പിന്നെ ചേമ്പിൻ്റെ ദാല്, മറ്റേ ചക്ക ഇഡലി, ചക്കപ്പം, ചക്ക ഇടിയപ്പം, പിന്നെ പാൽക്കഞ്ഞി, മെന്തക്കഞ്ഞി, പിന്നെ നെല്ലിക്കായി ജ്യൂസു, ചക്കാട, ഇങ്ങനെ കുറേ വിഭവങ്ങളായിട്ട് ഒരു സദ്യ സംഘടിപ്പിച്ചിന്. മഹിളാ സംഘം സെക്രട്ടറി കുസുമ ഹെഗ്ഡെ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. LSS പരീക്ഷയിൽ തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ LP സ്കൂളിൽ മികച്ച വിജയശതമാനം നേടിയ സ്കൂൾ എന്ന നേട്ടം സ്വന്തമാക്കിയ വൾവക്കാട് ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അനുമോദനം നൽകി. അനുമോദന ചടങ്ങ് സന്ദീപ് വാര്യർ MLA ഉദ്ഘാടനം ചെയ്തു. വാൾവക്കാട് ഗവൺമെന്റ് LP സ്കൂളിൽ നിന്ന് 2025-26 വർഷം പരീക്ഷ എഴുതിയ 14 വിദ്യാർത്ഥികളിൽ 7 പേരാണ് LSS സ്കോളർഷിപ്പിന് അർഹത നേടിയത്. വിദ്യാർത്ഥികളുടെ ഈ മികച്ച വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകരെയും രക്ഷിതാക്കളെയും അധ്യാപക രക്ഷകർതൃ സമിതിയെയും വിദ്യാലയ വികസന സമിതി അംഗങ്ങളെയും ചടങ്ങിൽ അഭിനന്ദിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന ചടങ്ങ് സന്ദീപ് വാര്യർ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള അധ്യക്ഷത വഹിച്ചു. ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ വിശിഷ്ടാതിഥിയായി. സ്കൂൾ PTA പ്രസിഡന്റ് VNP ഫൈസൽ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ MK പ്രസന്ന, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VP സുനീറ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ M സുഹറ, M മുഹമ്മദ് കുഞ്ഞി, സ്കൂൾ പ്രധാനാധ്യാപിക UPV ശ്രീജ, VP അബ്ദുള്ള, TV മധു, C കുമാരൻ, അഷ്റഫ് മുൻഷി, TM അമീർ ഹാജി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മംഗളൂരുവിൽ വിവിധ കേസുകളിലായി പിടികൂടിയ 82 കോടിയുടെ മയക്കുമരുന്ന് നശിപ്പിച്ചു. 16 പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിന്നായി രജിസ്റ്റർ ചെയ്ത 59 NDPS കേസുകളിൽ ഉൾപ്പെട്ട ലഹരി വസ്തുക്കളാണ് നശിപ്പിച്ചത്. കാസർഗോഡ് വീട്ടിൽ കഞ്ചാവ് സൂക്ഷിച്ച കേസിൽ പ്രതിക്ക് 1 വർഷം കഠിന തടവും പിഴയും ശിക്ഷ. മഞ്ചേശ്വരം മീഞ്ച മിയാപദവ ലക്ഷം വീട്ടിൽ താമസിക്കുന്ന വിൻസെന്റ് ഡിസൂസിയെയാണ് ജില്ലാ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ശിക്ഷിച്ചത്. പരപ്പയിൽ മദ്യലഹരിയിൽ അപകടകരമാം വിധം ഥാർ ജീപ്പ് ഓടിച്ചുവന്ന ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തമിഴ്നാട് ധർമ്മപുരി സ്വദേശി D ശ്യാംരാജിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ചെറുവത്തൂരിൽ മലഞ്ചരക്ക് സ്ഥാപനത്തിൽ തീപിടുത്തം. ഫയർഫോഴ്സിന്റെ സമയോചിത ഇടപെടലിൽ വൻ ദുരന്തം ഒഴിവായി. കനത്ത മഴയിൽ തൃക്കരിപ്പൂർ ഈയക്കാട്ട് വയോധികയുടെ വീട് തകർന്നു വീണു. വീടിനകത്തുറങ്ങുകയായിരുന്ന അപ്യാൽ ദേവകിയും മകളും കുടുംബവുമാണ് തലനാരിഴയ്ക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് മേഖല ജനറൽ ബോഡി യോഗം നടന്നു.
കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ സെഞ്ചുറി പാർക്ക് ഹാളിൽ നടന്ന യോഗത്തിൽ SLC, +2 മറ്റ് ഉന്നത പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ പുരസ്കാര വിതരണം നടന്നു. വയോജനങ്ങൾക്ക് റെയിൽവേ നൽകി വന്ന യാത്രാനുകൂല്യം പുനഃസ്ഥാപിക്കണമെന്നാവശ്യം സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.